2018 ഡിസംബർ 21. അന്ന് ഏതൊരു ദിവസത്തെ പോലെയും തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ റിലീസിനായി എത്തിയിരുന്നു. എന്നാൽ അതിലൊരു സിനിമയ്ക്ക് മാത്രം സ്ക്രീൻ നൽകാൻ തിയേറ്റർ ഉടമകൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് 4 വർഷങ്ങൾക്കിപ്പുറം, കൃത്യമായി പറഞ്ഞാൽ 2022 ഏപ്രിൽ 14 തീയതി, മറ്റുള്ള ബോളിവുഡ് മുൻനിര നായകന്മാരുടെ സിനിമകളുടെ റിലീസ് പോലും മാറ്റിവെച്ചുകൊണ്ടായിരുന്നു പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത KGF-ന്റെ രണ്ടാം ഭാഗമായ KGF 2 വരുന്നത്. 300 രൂപയുമായി തന്റെ സ്വപ്നമായ സിനിമയെ തേടി നവീൻ കുമാർ ഗൌഡ എന്ന ചെറുപ്പക്കാരന്റെ നീണ്ട യാത്ര ഒടുവിൽ എത്തി നിന്നത് KGF-ലൂടെ ഇന്ത്യൻ സിനിമയുടെ തലപ്പത്തായിരുന്നു. തലപ്പത്തേക്കാൾ എന്നതിലുപരി ഇന്ത്യൻ ജനതയുടെ ഉള്ളിൽ റോക്കി ബോയ് ആയിട്ടായിരുന്നു. തീർച്ചയായും പറയാം, സിനിമയിൽ ഗോഡ് ഫാദർ ഇല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഈ കന്നഡക്കാരൻ ഇന്ന് സിനിമയെ സ്വപ്നം കാണുന്ന യുവതലമുറയ്ക്ക് ഒരു ആവേശവും പ്രചോദനവും കൂടിയായി മാറുകയാണ്. ടെലിവിഷനിലൂടെയാണ് യശ് അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. 2004 സംരക്ഷണം ആരംഭിച്ച നന്ദഗോകുല എന്ന TV സീരിയലിലൂടെയായിരുന്നു തുടക്കം. താരത്തിന്റെ ഭാര്യയായ രാധിക പണ്ഡിറ്റാണ് നായികയായി എത്തിയത്. തുടർന്ന് 2007 സിനിമയിലേക്ക് ഇദ്ദേഹം ചുവടുവെച്ചു. ജങ്കണ്ട ഹുഡുങ്കി എന്ന ചിത്രത്തിൽ സഹതാരത്തിന്റെ വേഷത്തിലാണ് അഭിനയിച്ചത്. എന്നിരുന്നാലും കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി പോകേണ്ടിയിരുന്ന യാഷ് ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ താരമായി മാറിയത് സിനിമയോട് ഇദ്ദേഹത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും, കൂടാതെ യാഷിൽ വിശ്വാസമർപ്പിച്ച അദ്ദേഹത്തിനെ തന്റെ സിനിമയിൽ നായകനാക്കിയ പ്രശാന്ത് നീലും കാരണമാണ്. ഇന്ത്യൻ സിനിമയുടെ റോക്കി ബോയ് ഇന്ന് തന്റെ 39ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരുപിടി നല്ല ചിത്രങ്ങൾ കൂടിയാണ് ഇദ്ദേഹം ഇന്ത്യൻ സിനിമക്ക് ഉറപ്പു നൽകുന്നത്. അതിൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ടോക്സിക് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ അതിന്റെ ഓരോ അപ്ഡേഷനും ഏറെ സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകിയത്. കൂടാതെ മലയാളികൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും കൂടിയുള്ള വകയുണ്ട് ചിത്രത്തിൽ. ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗീതു മോഹൻദാസ് ആണ്. മൂത്തോൻ എന്ന നിവിൻ പോളി ചിത്രത്തിന് ശേഷമായിരുന്നു ടോക്സിക്കിന് വേണ്ടി യാഷുമായി ഗീതു കൈകോർത്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേഷനിലും പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലാണ്. യാഷിന്റെ പിറന്നാൾ ദിനത്തിൽ ബർത്ത്ഡേ പീക്ക് എന്ന വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിരിക്കുന്നത്. ബർത്ത്ഡേ പീക്കിൽ വെളുത്ത സ്യൂട്ട് ധരിച്ച് ഫെഡോറോയും ചുരുട്ടും പിടിച്ചിരിക്കുന്ന യാഷ് ഒരു പാർട്ടിയിൽ എത്തുന്നതായാണ് കാണിക്കുന്നത്. ഗോവയിൽ പ്രവർത്തിക്കുന്ന ഒരു മയക്കുമരുന്ന് സംഘത്തെ ചുറ്റിപ്പറ്റിയാണ് ടോക്സിക് സിനിമയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ-അപ്പ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ വരുന്നത്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കിട്ട് K നാരായണനും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷനും ചേർന്നാണ് നിർമ്മാണം. ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫറായി ജോൺ വിക്ക്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ദ ഷിഫ്റ്റ് പോലുള്ള ചിത്രങ്ങളിൽ സ്റ്റണ്ട് ഒരുക്കിയ ജജീപ്പറിയാണെന്ന വാർത്തകളും വലിയ ചർച്ചയായിരുന്നു. നേരത്തെ ഒരു അഭിമുഖത്തിൽ യാഷ് ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പങ്കുവച്ചിരുന്നു. ഒരു ചെറിയ ആശയത്തിൽ നിന്നും ആരംഭിച്ച ചിത്രം നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വലിയ രീതിയിൽ വികസിച്ചിട്ടുണ്ടെന്നും യാഷ് വെളിപ്പെടുത്തിയിരുന്നു. ഗീതുവിന്റെ മുൻ ചിത്രങ്ങളായ ലവേഴ്സ് സൈഡ്, മൂത്തോൺ എന്നിവയിൽ തീർത്തും വ്യത്യസ്തമായിരിക്കും ഈ സിനിമയെന്നും താരം വ്യക്തമാക്കി. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വാണിജ്യ ചിത്രമായിരിക്കും ടോക്സിക്. കൂടാതെ മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്നും യാഷ് പറഞ്ഞിരുന്നു. 2023 ഡിസംബറിലാണ് ടോക്സിക് പ്രഖ്യാപിച്ചത്. മറ്റഭിനേതാക്കളെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും യാഷിന്റെ നായികയായി കിയാര അദ്വാനി അഭിനയിക്കുമെന്ന അഭ്യൂഹങ്ങളും വരുന്നുണ്ട്.